കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേൽ നേർക്ക് ആക്രമണം നടത്തിയ ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് അതിർത്തി കടന്ന് ഇസ്രയേലിൻ്റെ വലിയ വ്യോമാക്രമണം നടന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇസ്രയേലിൽ നിന്ന് ലെബനൻ അതിർത്തി കടന്ന് 70 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത്. ലെബനനിലെ കിഴക്കൻ ബെക്ക താഴ്വരയിലുള്ള ഹിസ്ബുള്ളയുടെ ഡിപ്പോകൾ, ആയുധ ഡിപ്പോകളാണ് ഈ വ്യോമസേന തകർത്തതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒപ്പം തന്നെ ലെബനൻ്റെ വടക്ക് കിഴക്കൻ ബാൽബക് ജില്ലയിലുള്ള 3 പട്ടണങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് ലെബനീസ് ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇസ്രയേൽ പറയുന്നത് അവരുടെ ആയുധ ഡിപ്പോകളാണ് തങ്ങൾ തകർത്തത് എന്നാണ് പറയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള റോക്കറ്റ് ഡ്രോൺ ആക്രമണം ഇസ്രയേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇസ്രയേലിൽ നിന്നും 70 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി, ലെബനനുള്ളിലേക്ക് മാറിയിട്ടുള്ള ഒരു വ്യോമ ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൽ എത്രത്തോളം ആൾനാശവും മറ്റു നാശനഷ്ടങ്ങളും ഉണ്ടായതായിട്ട് വിവരങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ ലെബനനിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രയേൽ നടത്താറില്ല. പക്ഷേ ഇപ്പോൾ ഇത്തവണ നടത്തിയിരിക്കുന്നത് ഈ ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകളിലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ